നമസ്കാരം. അധികാരത്തിൽ ഭ്രമത്തിൽ നീതിരഹിതവും യുക്തിരഹിതവും മനുഷ്യരഹിതവുമായ ഒന്നും രണ്ടുമല്ല അനവധി കിരാത നടപടികൾ നടത്തിക്കൂട്ടിയ ട്രംപിന്റെ കരണത്തേറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു സ്വന്തം താല്പര്യത്തിന് വർദ്ധിപ്പിച്ച താരിഫുകൾ പിൻവലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി. ഇപ്പോൾ താരിഫിന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചു കഴിഞ്ഞു. നാളെ നേരം പുലരുന്നത് മുതൽ ട്രംപിന്റെ താരിഫ് കേവലം ഒരു പഴകിയ കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത വസ്തുവായി മാറാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വിവാദപരമായ ഇറക്കുമതി നികുതികൾ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതിനെ തുടർന്ന് അവ പിരിക്കുന്നത് നിർത്തലാക്കാൻ അധികൃതർ തീരുമാനിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 12:01 മുതൽ ഈ നികുതി പിരിക്കൽ നിർത്തലാക്കുമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഔദ്യോഗികമായി അറിയിച്ചു. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് നികുതി ചുമത്താൻ ട്രംപിന് നിയമപരമായ അധികാരമില്ല എന്ന വിധിയെ തുടർന്നാണ് ഈ നടപടി. ഈ കോടതി വിധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. റദ്ദാക്കപ്പെട്ട ഈ നികുതികളിലൂടെ പ്രതിദിനം $5 കോടി വരുമാനമാണ് ലഭിച്ചിരുന്നത്. ഏകദേശം 17,500 കോടി നികുതി വരുമാനം ഇറക്കുമതിക്കാർക്ക് തിരികെ നൽകേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത്. ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെയും ആഗോള ഉൽപാദന വിതരണ ശൃംഖലയെയും ഈ വിധി നേരിട്ട് ബാധിക്കും. കോടതി വിധി ഉണ്ടായതിനു പിന്നാലെ തന്നെ ട്രംപ് 15% പുതിയ ആഗോള ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ചു. ആദ്യം 10% നിശ്ചയിച്ച ഈ പുതിയ നികുതി പിന്നീട് അപ്രതീക്ഷിതമായി 15% ഉയർത്തുകയായിരുന്നു. US വ്യാപാര നിയമത്തിലെ ഇതുവരെ പരീക്ഷിക്കപ്പെടാത്ത സെക്ഷൻ 122 എന്ന വകുപ്പ് ഉപയോഗിച്ചാണ് പുതിയ നികുതി നടപ്പിലാക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം ചുമത്തുന്ന നികുതി 150 ദിവസത്തിലധികം തുടരണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി നിർബന്ധമാണ്. അതേസമയം ഈ നികുതി പിരിക്കുമോ എന്ന കാര്യം കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ സംഭവ വികാസങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ട്രംപ് ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് കനത്ത നികുതികൾ ഏർപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അവകാശപ്പെട്ടുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഈ നയങ്ങൾ വിപണിയിൽ അനിശ്ചിതത്വവും വിലക്കയറ്റവും സൃഷ്ടിച്ചു. നിരവധി ചെറുകിട വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഇതിന്റെ ഭാരം നേരിട്ട് ബാധിച്ചു. ഭരണഘടന നൽകുന്ന അധികാര പരിധികൾ മറികടന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി ഇത്തരം വ്യാപക സാമ്പത്തിക നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയത് അധികാര ദുർവിനിയോഗത്തിന്റെ ഉദാഹരണമായി ലോകമൊട്ടാകെ വിമർശിക്കപ്പെട്ടു. സുപ്രീം കോടതിയുടെ വിധി വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയുടെയും ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിയമപരിധിക്ക് മുകളിൽ നിൽക്കുന്നതല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ വ്യാപകമായ നികുതി വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് വെറും നിയമപരമായ തോൽവി മാത്രമല്ല, അധികാര വേർതിരിവെന്ന അടിസ്ഥാന സിദ്ധാന്തത്തെ സംരക്ഷിക്കുന്ന നിർണായക ഇടപെടലാണ്. ട്രംപിന്റെ നയങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും തിരിച്ചടിയായി. വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾ പ്രതികാര നികുതികൾ ഏർപ്പെടുത്തി. ഇതോടെ അമേരിക്കൻ കർഷകർ, നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ എന്നിവർ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു. ആഗോള വ്യാപാര സംവിധാനത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ദീർഘകാല സാമ്പത്തിക താല്പര്യങ്ങളെക്കാൾ രാഷ്ട്രീയ പ്രചരണ നേട്ടങ്ങൾ മുൻഗണന നൽകിയതിന്റെ ദോഷഫലങ്ങളാണിത്. ഈ സംഭവ വികാസം ജനാധിപത്യത്തിൽ ചെക്സ് ആൻഡ് ബാലൻസിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഒരു പ്രസിഡന്റ് എത്ര ശക്തനായാലും നിയമത്തിന്റെ ചട്ടക്കൂടിന് പുറത്തേക്ക് നീങ്ങാനാവില്ല. കോടതിയുടെ ഇടപെടൽ ഭരണഘടനാപരമായ സംരക്ഷണ സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണ് എന്ന് തെളിയിക്കുന്നു. ഭരണകൂടങ്ങൾ മാറിയാലും നിയമത്തിന്റെ ആധിപത്യം നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനു തന്നെ അനിവാര്യമാണ്. ഈ വിധി ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ അജണ്ടക്കെതിരായ തീരുമാനം മാത്രമല്ല, ഭരണഘടനാ മൂല്യങ്ങൾക്കും സാമ്പത്തിക ഉത്തരവാദിത്വത്തിനും നൽകിയ പിന്തുണയാണ്. അമേരിക്കൻ ഭരണ സംവിധാനത്തിന്റെ സ്ഥിരതയും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയും ഈ വിധിയിലൂടെ വീണ്ടും ഉറപ്പിക്കപ്പെട്ടു. ഭാവിയിൽ ഏത് ഭരണകൂടവും അധികാര പരിധി മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിധി ഒരു മുന്നറിയിപ്പായി നിലനിൽക്കും.